ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ഇശാത്തുൽ ഉലൂം പബ്ലിക്കേഷൻ ഇറക്കിയ അത്തർത്തീബു ലിൽ വഖായിൽ ഉലമാ മിൻ ഹയാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ജീവിതകാലത്ത് പ്രധാന സംഭവങ്ങൾ തർത്തീബാക്കിയത്, ക്രമത്തിലാക്കിയതാണ്. അത് 63 റിപ്പോർട്ടും 65 റിപ്പോർട്ടും ആ ഹദീസുകളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജബർ ചെയ്യുമ്പോൾ 64 കിട്ടുക. അതെങ്ങനെയാണ്, അതിൻ്റെ തർത്തീബ് പ്രകാരം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിശദവിവരങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ഇപ്പോൾ നമുക്ക് ഈ സമീകരണം ചാർട്ട് എങ്ങനെയാണ് നോക്കുക എന്നതാണ് കണ്ടെത്തേണ്ടത്. അത് മനസ്സിലാക്കാനുള്ളൊരു ചെറിയ വിശദീകരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് 4 ചാർട്ടുകളാണ്, 4 ഗേറ്റുകൾ. നമുക്ക് 3 ഗേറ്റാണ് ഇപ്പോൾ ആവശ്യമുള്ളത്. 4ാം ഗേറ്റ് ഏതിനാണ്? കൺവെർട്ടിനാണ്. അത് ഇൻഷാ അല്ലാഹ് ശേഷം പറയാം. ഈ 3 ഗേറ്റ് അറബിയിലുമുണ്ട്. പിന്നെ 1, 2, 3. 3ാം ഗേറ്റ് എത്തുമ്പോൾ നമുക്ക് ആ ദിവസം, ആ തീയതി, ഏത് തീയതിയുടെയും ദിവസം കിട്ടും. ഇതിപ്പോൾ 82 വർഷത്തെ 1970 മുതൽ 2052 വരെയുള്ള ഇംഗ്ലീഷ് വർഷവും, പിന്നെ 1390 മുതൽ 1475 വരെയുള്ള 85 വർഷത്തെ ഈ അറബി കലണ്ടറുമാണ് ഈ ചാർട്ട്. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 65 വർഷത്തെ, ആ കാലഘട്ടത്തിലുള്ള 65 വർഷത്തെ ചാർട്ടുമാണ് ഉള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് ദിവസം നോക്കുക, കലണ്ടർ നോക്കൽ എങ്ങനെയാണ്? ഇന്നത്തെ ദിവസം എടുക്കുക. ഇന്ന് 2026 മാർച്ച് 28 ശനിയാഴ്ചയാണ്. അപ്പോൾ ഇതെങ്ങനെ കണ്ടെത്തുക എന്ന് വെച്ചാൽ, 2026 കൂടെ ഒരു ഡി എന്ന ഇതുണ്ട്, കോഡ് ഡി, ചെറിയക്ഷരം ഡി. ആ ചെറിയക്ഷരം ഡി നോക്കുക. ഇംഗ്ലീഷ് തീയതിയുടെ ചെറിയക്ഷരമാണ്, സ്മോൾ ലെറ്ററാണ്. അപ്പോൾ അതിൽ ഡി ഇതാണ്. ഡിയുടെ നേരെ മാസം നോക്കുക. മാസം മാർച്ച് അല്ലേ? മാർച്ചും ഡിയും ഒരുമിച്ച് വരുന്നത് 3. അപ്പോൾ 2ാം ഗേറ്റിൽ നിന്ന് 3 എന്ന് കിട്ടി. ഇത് 1ാം ഗേറ്റാണ്. 1ാം ഗേറ്റിൽ നമ്മൾ കോഡ് കണ്ടെത്തി. 2ാം ഗേറ്റിൽ നിന്ന് നമ്മുടെ ആ വർഷത്തിൻ്റെ മാസത്തിൻ്റെ അക്കം കിട്ടി. അത് 3. ആ 3 3ാം ഗേറ്റിൽ വരിക. 3ാം ഗേറ്റിൽ 3ാമത്തെ കോളം. അപ്പോൾ നമ്മൾ 3 ആളെ കിട്ടിയത്. അപ്പോൾ 3ാമത്തെ കോളം നോക്കുക. 3ാമത്തെ കോളത്തിൽ നിന്ന് മാർച്ച് 28. ഇതാ 28 നേരെ ദിവസം നോക്കുക. അതാ സാറ്റർഡേ, ശനിയാഴ്ച. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് തീയതി നമ്മൾ നോക്കി. ഇനി അറബി തീയതി 2026 അറബി തീയതി എന്ന് പറഞ്ഞത് ഇപ്പോൾ 1448 എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന ഈ 2026 മുഹറം 1 ഉണ്ട്. അത് 17/6 ആണ്. നമുക്ക് ആയിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ളത് 1447 1447 കോഡ് എ എന്നാണ്, വലിയക്ഷരം എ. ആ എയിൽ നോക്കുക. ഗേറ്റ് 2 പോയിട്ട് എ നോക്കുക. എയിൽ ഇതേതാ മാസം എന്ന് വെച്ചാൽ ഷവ്വാലാണ്, അറബി. ഷവ്വാലിൻ്റെ ആ അക്കം എത്രയെന്ന് വെച്ചാൽ 1 എയിൽ ഷവ്വാൽ. ഇതാ അതിൻ്റെ അക്കം 1. ആ 1 3ാം ഗേറ്റിൽ വരിക. ഇതാ 3ാം ഗേറ്റ്. ഇതാണ് ഷവ്വാൽ മാസത്തെ 1ാം കോളത്തിലുള്ളതാണ് ഷവ്വാൽ മാസത്തെ കലണ്ടർ. ഇന്ന് ഷവ്വാൽ എത്രയെന്ന് വെച്ചാൽ 9. ഷവ്വാൽ 9 നേരെ സാറ്റർഡേ, ശനിയാഴ്ച. ഇങ്ങനെയാണ് ഇംഗ്ലീഷും അറബിയും തീയതി നോക്കുക. ഈ 3 ഗേറ്റിലൂടെ ഈ നോക്കൽ ഇങ്ങനെയാണ്. ഡേറ്റ് കൺവെർട്ട് ചാർട്ടാണ് 4. ഗേറ്റ് 4ൽ 2026 അടുത്ത ദിവസം മാർച്ച് 28. പിന്നെ അറബി എത്രയാണെന്ന് കണ്ടെത്തണം. അതിനുള്ള മാർഗം, ഓരോ വർഷത്തെയും മുഹറം 1 ഡേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2026 1447 ആണ്. 1447 മുഹറം 1 26 നമ്മൾ പറഞ്ഞു. ഈ തൊട്ട് മുമ്പുള്ള വർഷം 1447. കാരണം 48 എത്തിയിട്ടില്ല. ഞാൻ വരാൻ പോകുന്ന 6ാം മാസത്തിലാണ് മുഹറം തുടങ്ങുക. 48 തുടങ്ങുക. ഇപ്പോൾ 47 അപ്പോൾ 47 ആകുമ്പോൾ 27 അതായത് ജൂൺ മാസം 27-ാം തീയതി, 2025 ജൂൺ മാസം 27-ാം തീയതി ആണ് മുഹറം 1 തുടങ്ങിയത്. അപ്പോൾ അത് അടയാളപ്പെടുത്തുക. ജൂണിലെ 27 ഇത് അടയാളപ്പെടുത്തി. പിന്നെ ഇന്നത്തെ തീയതി അടയാളപ്പെടുത്തി 28, മാർച്ച് 28. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണ. അപ്പോൾ
ജൂൺ 27 മുഹറം. അടുത്ത 27 സഫർ, അങ്ങനെ ഓരോ 27 മുഹറം, സഫർ, റബിയുൽ അവ്വൽ, റബിയുൽ ആഖിർ, ജുമാദൽ ഊല, ജുമാദൽ ആഖിറ, റജബ്, ഷഅബാൻ, റമളാൻ, ശവ്വാൽ. അപ്പോൾ ഈ മാസത്തിൽ മാർച്ചിൽ ശവ്വാൽ എത്തി. ശവ്വാൽ 27. ഇനി ഇത്രയും ദിവസങ്ങളിൽ വേരിയേഷൻ, അതായത് ഇംഗ്ലീഷും അറബിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ വലതു ഭാഗത്ത് വേരിയേഷൻ കണക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ആ വേരിയേഷൻ നമ്മൾ കണക്ക് കൂട്ടുക. 1 2 1 2 2 2 4 6 8. പിന്നെ ഇവിടെ ഈ ജനുവരി ലാസ്റ്റ് തൊട്ടുമുമ്പുള്ള ഒന്ന് വിട്ടുപോയിട്ടുണ്ട് അച്ചടിയിൽ, പ്രിൻറ്റിങ്ങിൽ വിട്ടതാണ്. അപ്പോൾ അവിടെ എഴുതി കൊടുക്കണം 1. അപ്പോൾ 9 പിന്നെ ഈ വർഷം അതിവർഷമായിരുന്നു അറബി. അപ്പോൾ ഫെബ്രുവരി 28 തുടങ്ങി 2 ദിവസം, 29 30 2 ദിവസം പിന്നെ അറബി കൂടുതലാണ്. അപ്പോൾ ഈ 50 നിന്ന് 2 കുറക്കണം. 2 കുറച്ചാൽ 7. അപ്പോൾ വേരിയേഷൻ 7 ആണ്. അപ്പോൾ ശവ്വാലിന് 7 കുറക്കണം. 27 ശവ്വാൽ 27. ഈ 27 നിന്ന് 7 കുറച്ചാൽ ശവ്വാൽ 1 കിട്ടും. അപ്പോൾ 27 7 കുറച്ചാൽ എത്രയാണ്? 20. അപ്പോൾ 20 ശവ്വാൽ 1. അപ്പോൾ അവിടെ നിന്ന് എണ്ണിയാൽ മതി. 20 1 2 3 4 5 6 7 8 9. 28-ാം തീയതി എത്തിയപ്പോൾ ശവ്വാൽ 9 ഇന്ന് ശവ്വാൽ 9 ആണല്ലോ. ഇങ്ങനെയാണ് കൺവെർട്ട് ചാർട്ട് നോക്കൽ.